ത്രിഭാഷാ നയത്തിന്റെ പേരിൽ തമിഴരോട് പോരടിച്ച വീറും വാശിയും ഒന്നും മറാത്ത ഭൂമിയിലേക്ക് എത്തിയപ്പോൾ കാവി പാർട്ടിക്കില്ല. മഹാരാഷ്ട്രയിൽ ഹിന്ദിയുടെ കാര്യത്തിൽ ദേശീയ വിദ്യാഭ്യാസ നയമായി ചെല്ലുമ്പോൾ ദക്ഷിണേന്ത്യയിൽ തമിഴ്നാട്ടിലെടുത്ത കടുംപിടുത്തം BJP-ക്കാർക്കില്ല. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനുമായി BJP നേതാക്കൾ ഓരോരുത്തരായി നടത്തിയ വാഗ്വാദങ്ങളൊന്നും മഹാരാഷ്ട്രയുടെ കാര്യത്തിലില്ല. ദക്ഷിണേന്ത്യയിൽ ഹിന്ദിയെ ദേശീയ ഭാഷാ മുഖമായി നിർബന്ധിപ്പിച്ച് കെട്ടിയേൽപ്പിക്കാൻ കാണിച്ച വാശിയും വീറുമെല്ലാം മറാത്തക്കാരുടെ മുന്നിലെത്തിയപ്പോൾ സംഘപരിവാരത്തിനുമില്ല. മറാത്ത ഭൂമിയിൽ തങ്ങളുടെ അതിദേശീയത ഭാഷാ രാഷ്ട്രീയം വിലപ്പോവില്ലെന്നറിയാവുന്ന സംസ്ഥാനം ഭരിക്കുന്ന BJP സർക്കാർ മയപ്പെടലിന്റെ മറ്റൊരു മുഖമാണ് പുറത്തെടുത്തിരിക്കുന്നത്. തമിഴ്നാട്ടിലെ ദ്വിഭാഷാ നയത്തെയും ദ്രാവിഡ സംസ്കാരത്തെയും സനാതന വിഷയത്തിൽ അടക്കം കടന്നാക്രമിച്ചവർക്ക് രാജ്യത്തിന്റെ സാമ്പത്തിക തലസ്ഥാനത്ത് അച്ചടക്കം പാലിച്ചു നിൽക്കാൻ അറിയാം. അതീവ ശ്രദ്ധയോടെയാണ് BJP-യുടെ ദേവേന്ദ്ര ഫട്നാവിസ് സർക്കാർ NEP അഥവാ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നടപ്പാക്കുന്നത്. ത്രിഭാഷാ നയം മഹാരാഷ്ട്രയിൽ അംഗീകരിക്കുമ്പോൾ ശിവസേനയെയും മറ്റ് മറാത്തവാദി സംഘടനകളെയും മയപ്പെടുത്താനും സമരസപ്പെടുത്താനും മറാത്ത ഭാഷയുടെ മേന്മയും മറാത്തവാദവും പ്രകീർത്തിച്ചാണ് BJP സർക്കാർ ഓരോ പടിയായി മുന്നോട്ട് വയ്ക്കുന്നത്. തമിഴ്നാട്ടിൽ ത്രിഭാഷാ നയം അംഗീകരിക്കാതെ ഹിന്ദിക്കെതിരായി സ്റ്റാലിൻ സർക്കാർ മുന്നോട്ട് വന്നപ്പോൾ ഫണ്ട് വിതരണം തടസ്സപ്പെടുത്തിയാണ് കേന്ദ്ര സർക്കാർ പകവെട്ടി സംസ്ഥാനത്തെ ഞെരുക്കിയത്. എന്നാൽ മഹാരാഷ്ട്രയുടെ കാര്യം വരുമ്പോൾ മറാത്ത ബെൽറ്റിൽ ഒരു തർക്കത്തിലുള്ള ധൈര്യം BJP-ക്കില്ല. ഇപ്പോൾ 1 മുതൽ 5 വരെ ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്ക് ഹിന്ദി നിർബന്ധിത 3ാം ഭാഷയാക്കി മാറ്റുന്ന ത്രിഭാഷാ നയത്തിന് മഹാരാഷ്ട്ര സർക്കാർ അംഗീകാരം നൽകിയതോടെ സംസ്ഥാനത്ത് മറാത്തവാദം പേറുന്ന പാർട്ടികൾ സടകുടഞ്ഞെണീറ്റിട്ടുണ്ട്. മറാത്തവാദികളുടെ പാർട്ടികളും സംഘടനകളും എല്ലാം ഭൂരിഭാഗവും സംഘപരിവാർ അനുകൂല സംഘടനകൾ കൂടിയാണെന്നതും ശ്രദ്ധേയമാണ്. മറാത്തവാദം ഉയർത്തി ബാൽ താക്കറെ രൂപീകരിച്ച ശിവസേന 2 കഷണമായി മാറിയെങ്കിലും അടിസ്ഥാന തത്വത്തിൽ രണ്ടിലും മാറ്റമില്ല. ഉദ്ധവ് താക്കറെയുടെ ശിവസേന UBT പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് BJP-യെ മഹാരാഷ്ട്രയിൽ തളയ്ക്കാൻ കിട്ടിയ ഒരു അവസരമായി വിഷയത്തെ കാണുമ്പോൾ BJP-ക്കൊപ്പം പോയ ഏക്നാഥ് ഷിൻഡെയുടെ ശിവസേന ആകെ കുടുങ്ങിയിരിക്കുകയാണ്. ഭരണത്തിലായതിനാൽ മുന്നണിയിൽ തളയ്ക്കപ്പെട്ട അവസ്ഥ. എന്നാൽ ബാൽ താക്കറെയുടെ അനന്തരവൻ ശിവസേന വിട്ട് പണ്ടേ തീവ്ര നിലപാടുകളുമായി മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന ഉണ്ടാക്കുകയും ചെയ്ത രാജ് താക്കറെ വിഷയത്തിൽ ഏറ്റവും കടുത്ത നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. മറാത്തക്കാരുടെ കാര്യം വന്നപ്പോൾ തന്റെ കുടുംബക്കാരനോട് ശിവസേന UBT മേധാവി ഉദ്ധവ് താക്കറെയും ഒന്നിച്ചു ചേർന്നു. കോൺഗ്രസ് NCP ശിവസേന UBT സഖ്യത്തിന്റെ മഹാവികാസ് അഘാഡിയും മഹാരാഷ്ട്രയിലെ BJP നീക്കങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. സംസ്ഥാനത്തെ സ്കൂളുകളിൽ ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നതിനെ ശക്തമായി എതിർക്കാൻ പ്രാദേശിക പാർട്ടികളോടൊപ്പം സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വവും രംഗത്തെത്തിയതോടെ മഹാവികാസ് അഘാഡി നിലപാടും വ്യക്തമാക്കി കഴിഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് അടുത്തുവരുന്ന സാഹചര്യത്തിൽ കൈപൊള്ളുമോ എന്ന പേടിയിലാണ് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി വിദ്യാഭ്യാസ നയം മഹാരാഷ്ട്രയിൽ നടപ്പാക്കാൻ നിർബന്ധിതരായത്. തമിഴ്നാട്ടിലടക്കം വിദ്യാഭ്യാസ നയത്തിന് വേണ്ടി ശക്തമായി കച്ചകെട്ടിയിറങ്ങിയവർ മഹാരാഷ്ട്രയിൽ വലിയ ആരവമില്ലാതെ കാര്യം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമത്തിലായിരുന്നു. കേന്ദ്രത്തിലും സംസ്ഥാനത്തും ഡബിൾ എഞ്ചിൻ സർക്കാരായതിനാൽ ഒച്ചപ്പാടും ബഹളവുമില്ലാതെ സംസ്ഥാനത്തിന്റെ അനുവാദം നൽകി കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്ന് കരുതിയവർ മറാത്തവാദികളുടെ മുന്നിലാണ് അകപ്പെട്ടത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുന്നതിനാൽ ജാഗരൂകരായി നിന്ന പ്രതിപക്ഷം സമയം ഒത്തുവന്നതായി കണ്ട് ഭരണകക്ഷിക്കെതിരെ തിരിഞ്ഞു. പ്രത്യേകിച്ചും മുംബൈ എന്ന സാമ്പത്തിക തലസ്ഥാനത്ത് മറാത്തി vs നോൺ മറാത്തി പ്രശ്നങ്ങൾ വലിയ രീതിയിൽ ചർച്ചയാകുന്ന കാലത്ത് കൂടിയാണ് ഈ വിദ്യാഭ്യാസ നയമെന്നത് BJP-ക്ക് വെല്ലുവിളിയാണ്. മഹാരാഷ്ട്ര ചരിത്രത്തിൽ മറാത്തവാദം ഉണ്ടാക്കിയ കാലുഷ്യവും ഇന്നും മറാത്ത ഇതര വിഭാഗങ്ങളോട് രാജ്യത്തെ ഏറ്റവും വലിയ മെട്രോ നഗരത്തിലുണ്ടാകുന്ന അന്യവൽക്കരണവും വലിയ പ്രാധാന്യത്തോടെ നേരിടുന്ന കാലത്താണ് ഈ വിഷയത്തിന് വലിയ പ്രാധാന്യവും കൂടി വരുന്നത്. മറ്റേതൊരു ഭാഷയുടെയും കടന്നുകയറ്റത്തെയും പ്രതിരോധിക്കാനുണ്ടായ മറാത്തവാദത്തിന്റെ അലയൊലികളിൽ വല്ലാത്ത ഭയം BJP-ക്കുമുണ്ടാവും. ആവശ്യത്തിലധികം മറാത്തവാദം തിരഞ്ഞെടുപ്പുകളിലടക്കം വർഗീയ ധ്രുവീകരണത്തിന് ഉപയോഗിച്ച BJP-ക്ക് ഇപ്പോഴത്തെ വിദ്യാഭ്യാസ നയം തങ്ങളെ മറാത്ത വിരുദ്ധരാക്കുമോ എന്ന ഭയവുമുണ്ട്. തമിഴ്നാട്ടുകാരുടെ തമിഴ് സ്നേഹത്തെ പിന്തിരിപ്പനായി കണ്ട് കുറ്റം പറഞ്ഞ BJP-ക്കാർ മഹാരാഷ്ട്രക്കാരുടെ മറാത്തവാദത്തിന് മുന്നിൽ മുട്ടിടിച്ച് മയപ്പെടുന്നതിന്റെ സാക്ഷ്യമായിരുന്നു ദേവേന്ദ്ര ഫട്നാവിസ് എന്ന BJP മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. മഹാരാഷ്ട്രയിലെ എല്ലാവരും മറാത്തി അറിയണമെന്ന് തന്നെയാണ് താൻ വിശ്വസിക്കുന്നതെന്ന് അടിവരയിട്ട് പറയുന്നു. രാജ്യത്തുടനീളം ഒരു ആശയവിനിമയ മാധ്യമം എന്ന ചിന്തയിലേക്ക് വരുമ്പോൾ ഹിന്ദി ഒരു സൗകര്യപ്രദമായ ഭാഷയായി മാറിയിരിക്കുകയാണ്. അത് പഠിക്കുന്നത് ഉപയോഗപ്രദമാണ്. ഹിന്ദി എതിർപ്പ് ഏറ്റവും കൂടുതലുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മഹാരാഷ്ട്രയിലെ വിദർഭയിലും മറാത്തവാഡയിലും ഹിന്ദി സംസാരിക്കുന്ന വലിയൊരു ജനവിഭാഗമുണ്ട്. ഹിന്ദി വിരോധത്തെക്കാൾ മറാത്തി സ്വത്വത്തിന്റെ മാത്രമല്ല മറ്റ് പ്രാദേശിക ഭാഷാ സ്വത്വങ്ങളുടെയും നിലനിൽപ്പാണ് പ്രതിപക്ഷം നിർബന്ധിത വിദ്യാഭ്യാസ നയത്തെ എതിർക്കുന്നതിന് പിന്നിൽ. മറാത്തവാദത്തിന് 6-7 പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. 1950കളുടെ മധ്യത്തിലാണ് ഇന്നത്തെ ഗുജറാത്തിലെയും വടക്ക് പടിഞ്ഞാറൻ കർണാടകയുടെ ചില ഭാഗങ്ങളും ഉൾപ്പെട്ട അന്നത്തെ ബോംബെ സംസ്ഥാനത്തിനുള്ളിൽ മറാത്തി സംസാരിക്കുന്ന ഒരു
പ്രത്യേക സംസ്ഥാനത്തിനായുള്ള പ്രക്ഷോഭം സംയുക്ത മഹാരാഷ്ട്ര പ്രസ്ഥാനം ആരംഭിച്ചത്. അങ്ങനെയാണ് 1960 ഗുജറാത്ത് എന്ന പുതിയ സംസ്ഥാനവും മുംബൈ തലസ്ഥാനമായി മഹാരാഷ്ട്രയും ഉണ്ടായത്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം മറാത്ത മാനൂസ് എന്ന വാക്യമുയർത്തി മറാത്തികളെ സംരക്ഷിക്കാനെന്ന പേരിൽ ബാൽ താക്കറെ വന്നു. ദക്ഷിണേന്ത്യക്കാരും മറ്റു ഉത്തരേന്ത്യക്കാരും അങ്ങനെ ശിവസേനയുടെ വളർച്ചയിൽ വ്യാവസായിക തലസ്ഥാനത്ത് നേരിട്ട പ്രതിസന്ധികൾ ചില്ലറയല്ല. ഇപ്പോഴും തൊട്ടാൽ കത്തുന്ന രീതിയിൽ ഭാഷാവാദവും സ്വത്തുവാദവും നിലനിൽക്കുന്ന മഹാരാഷ്ട്രയിൽ ഹിന്ദി നയം അത്ര എളുപ്പത്തിൽ സ്വീകരിക്കപ്പെടുന്ന ഒന്നല്ല. നിലവിൽ ഇംഗ്ലീഷ് മറാത്തി എന്ന ദ്വിഭാഷാ സംവിധാനമാണ് സ്കൂൾ തലത്തിൽ മഹാരാഷ്ട്രയിലുള്ളത്. ഗുജറാത്തി പഠിപ്പിക്കുന്ന സ്കൂളുകളിൽ ഗുജറാത്തി ഇംഗ്ലീഷ് എന്ന നിലയിലും ഭാഷാ പഠനം സാധ്യമാണ്. ഇവിടേക്കാണ് ഹിന്ദി തിരുകി കയറ്റാൻ നിർബന്ധിത നയവുമായി കേന്ദ്ര സർക്കാർ എത്തുന്നത്. ജനങ്ങളെ ഭാഷയുടെ പേരിൽ തരംതിരിക്കാനും വിഭജിക്കാനുമാണ് BJPയുടെ നീക്കമെന്ന് ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെ ആരോപിച്ചു കഴിഞ്ഞു. ഹിന്ദി ത്രിഭാഷാ നയത്തിന്റെ പേരിൽ തിരികെ കയറ്റാൻ തങ്ങൾ അനുവദിക്കില്ലെന്ന് രാജ് താക്കറെയും വ്യക്തമാക്കി കഴിഞ്ഞു. മറാത്തികൾക്കും മറാത്തികളല്ലാത്തവർക്കും ഇടയിൽ ധ്രുവീകരണം സൃഷ്ടിക്കുന്നതിനുള്ള ഒരു തന്ത്രം BJP സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് മനസ്സിലാകുന്നുണ്ടെന്നും രാജ് താക്കറെ വ്യക്തമാക്കി കഴിഞ്ഞു. ഭാഷാ രാഷ്ട്രീയം ധ്രുവീകരണത്തിനാണെന്നും BJP അതിലൂടെ ലക്ഷ്യം വെക്കുന്നത് വിഭജനമാണെന്നും വ്യക്തമായി അറിഞ്ഞാണ് സംസ്ഥാനങ്ങൾ വിദ്യാഭ്യാസ നയത്തെ നേരിടുന്നതെന്ന് മഹാരാഷ്ട്രയുടെ കാര്യത്തിലും തെളിഞ്ഞിരിക്കുകയാണ്. പഴയ പോലെ തമ്മിലടിപ്പിച്ച് ചോര കുടിക്കുന്ന തന്ത്രം തങ്ങളുടെ തലയ്ക്ക് മുകളിൽ തന്നെ വീഴുമോ എന്ന ഭയം മറാത്തയിലേക്ക് എത്തിയപ്പോൾ BJPക്ക് തോന്നി തുടങ്ങിയിട്ടുമുണ്ട്.